നമസ്കാരം. കേന്ദ്ര മന്ത്രിസഭാ പുനഃസംഘടന ഉടനുണ്ടായേക്കും. ഒപ്പം BJP-യിൽ അഴിച്ചുപണിയും നടക്കും. 4 സംസ്ഥാനങ്ങളിൽ പുതിയ അധ്യക്ഷന്മാരെ കേന്ദ്ര നേതൃത്വം പ്രഖ്യാപിച്ചതോടെ മന്ത്രിസഭയിലും അഴിച്ചുപണി ഉറപ്പായി. ഇതിൽ പാർട്ടിയുടെ ഡൽഹി ഘടകത്തിന്റെ അധ്യക്ഷ സ്ഥാനത്തേക്ക് എത്തുന്നത് കേന്ദ്രമന്ത്രിയായ ഹർഷ് മൽഹോത്രയാണ്. 3ാം മോദി സർക്കാരിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ച് മന്ത്രിസഭയിൽ അഴിച്ചുപണി ഉണ്ടാകുമെന്ന് നേരത്തെ പ്രചാരണമുണ്ടായിരുന്നു. പഞ്ചാബ് ഉൾപ്പെടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കുന്ന സംസ്ഥാനങ്ങളുടെ പ്രാതിനിധ്യം കൂടി പരിഗണിച്ചാകും മന്ത്രിസഭയിൽ മാറ്റമുണ്ടാവുക. നിരവധി സഹമന്ത്രിമാർക്ക് സ്ഥാനക്കയറ്റം നൽകുമെന്നും പ്രതീക്ഷിക്കാത്ത പ്രകടനം കാഴ്ചവെക്കാനാകാതെ പോയ ചില മന്ത്രിമാരെ ഒഴിവാക്കി പുതുമുഖങ്ങൾക്ക് അവസരം നൽകുമെന്നും ഉന്നത നേതാക്കൾ പങ്കുവയ്ക്കുന്നു. പുതുതായി വരുന്ന രാജ്യസഭാ അംഗങ്ങളെ ഉൾപ്പെടുത്താനും സാധ്യതയുണ്ട്. ജൂൺ 10-നാണ് സർക്കാരിന്റെ വാർഷികം. ഇതിന് മുമ്പോ ശേഷമോ പുനഃസംഘടന നടന്നേക്കും. ഇതിനോടനുബന്ധിച്ച് NDA ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരുടെയും ഉപമുഖ്യമന്ത്രിമാരുടെയും യോഗത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിസംബോധന ചെയ്യാനും സാധ്യതയുണ്ട്. വരാനിരിക്കുന്ന രാജ്യസഭാ തെരഞ്ഞെടുപ്പുകളെ മുൻനിർത്തി മന്ത്രിസഭയിലേക്ക് പരിഗണിക്കാൻ സാധ്യതയുള്ളവർ സ്ഥാനാർത്ഥികളായി ഇടം പിടിച്ചേക്കും. നിലവിൽ പ്രധാനമന്ത്രി ഉൾപ്പെടെ 72 അംഗങ്ങളാണ് കേന്ദ്ര മന്ത്രിസഭയിലുള്ളത്. പശ്ചിമ ബംഗാൾ, അസം നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ BJP കാഴ്ചവെച്ച പ്രകടനവും പുതുച്ചേരിയിലെ NDA വിജയവും മന്ത്രിസഭാ വിപുലീകരണത്തിൽ പ്രതിഫലിച്ചേക്കുമെന്ന് കരുതപ്പെടുന്നു. കേരളത്തിൽ നിന്നുള്ള 2 മന്ത്രിമാരുടെ സ്ഥാനം തെറിക്കുമോ എന്നാണ് അവരുടെ പേടി. രണ്ടുപേരും പ്രതീക്ഷിച്ച രീതിയിൽ ഉയർന്നില്ലെന്ന് മാത്രമല്ല, നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവരെ കൊണ്ട് ഒരു ഗുണവും BJP-ക്ക് ഉണ്ടായില്ല. ഉത്തർപ്രദേശ്, പഞ്ചാബ്, ഉത്തരാഖണ്ഡ്, ഗോവ, മണിപ്പൂർ എന്നീ സംസ്ഥാനങ്ങളിൽ 2027 ഫെബ്രുവരിയോടെ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ ഉണ്ടാവും. ഈ സംസ്ഥാനങ്ങളിലെ ചില നേതാക്കളെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തിയേക്കും. ഇതിനൊപ്പം BJP ദേശീയ തലത്തിൽ പുനഃസംഘടനയ്ക്ക് ഒരുങ്ങുകയാണ്. ഇതിന്റെ ഭാഗമായാണ് 4 സംസ്ഥാനങ്ങളിൽ അധ്യക്ഷന്മാരെ നിശ്ചയിച്ചത്. BJP പുനഃസംഘടനയിൽ കേരളത്തിന് കൂടുതൽ പ്രാധാന്യം കിട്ടിയേക്കും. കേരളത്തിൽ നിന്നുള്ള മുതിർന്ന നേതാവ് V മുരളീധരൻ BJP ദേശീയ നേതൃത്വത്തിൽ സുപ്രധാന പദവിയിലെത്തിയേക്കും. ദേശീയ ജനറൽ സെക്രട്ടറി സ്ഥാനം മുരളീധരന് നൽകിയേക്കുമെന്ന് റിപ്പോർട്ടുകളുണ്ട്. കഴക്കൂട്ടം മണ്ഡലത്തിൽ നിന്ന് നിയമസഭയിലേക്ക് ജയിച്ച മുരളീധരന് നിയമസഭാ കക്ഷി നേതാവ് സ്ഥാനം ലഭിക്കുമെന്നായിരുന്നു കരുതിയിരുന്നത്. എന്നാൽ പകരം BB ഗോപകുമാറിനെ നിയമസഭാ കക്ഷി നേതാവായി തെരഞ്ഞെടുത്തു. അതുകൊണ്ട് തന്നെ കേന്ദ്രത്തിൽ സ്ഥാനം ഉറപ്പാണെന്നാണ് നേതാക്കൾ കരുതുന്നത്.